ഹണി ഭാസ്കറിന്റെ ആരോപണം കൂടി വരുമ്പോൾ ആരോപണത്തിൽ ഒരു വ്യക്തമായ ഒരു മറുപടി അത് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇല്ല എന്നുള്ളത് കൂടിയുണ്ട്. ആരോപണം ഹണി ഭാസ്കർ തെളിയിക്കട്ടെ എന്ന് മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ആരോപണം ഉന്നയിച്ച ആളുടെ പേര് അങ്ങ് പറയും. ഹണി ഭാസ്കർ അങ്ങയുടെ പേരെടുത്തു. ഹണി ഭാസ്കർ എന്താ പറഞ്ഞേ? അങ്ങയുടെ അങ്ങ് ഹണി ഭാസ്കറിനെ പറ്റി മറ്റുള്ളവരുടെ മോശമായ രീതി പ്രചരിപ്പിക്കും. അതവർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അവരെന്തെങ്കിലും തെളിവ് അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് പറയട്ടെ, ഞാൻ തീർച്ചയായിട്ടും അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ്? അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിൻ്റെ ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയചിഹ്നമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അതിന് താഴോട്ടുള്ള സംഭാഷണം എന്താ അവർ പങ്കുവെക്കാത്തത്? സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്തു നിയമം പറയേണ്ടി വരത്തില്ലേ? രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ ചെയ്തും കുറ്റകൃത്യമാണെന്ന് പറയട്ടെ. ശ്രീമതി ഹണി ഭാസ്കറിന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ല ചോദ്യം ചോദിക്കുന്നതിന് മറുപടി ഞാൻ പറയട്ടെ. ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരാക്ഷേപമുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ. ആര് പറഞ്ഞു, ഏത് വ്യക്തി പറഞ്ഞു? അപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് നിയമപരമായി പോകാം. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ശബ്ദ സംഭാഷണം കൂടി ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന ശബ്ദ സംഭാഷണത്തിന്റെ ഭാഗമാണ് ഇന്ന് പുറത്തു വന്നത്. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ തന്ത ഉണ്ടോ ഇല്ല, തന്തയില്ലാതൊരു കൊച്ചു ഭൂമിയിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതെന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാതെ എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ മാനസയുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. മാനസ, അതായത് ഒന്നിന് പിന്നാലെ ഒന്നായി ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇടുത്തി പോലെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഗർഭചിത്രത്തിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ ഇതിനു മുൻപും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴിതാ ആ യുവ മാധ്യമ പ്രവർത്തകയുടെ കഴിഞ്ഞ ദിവസത്തെ ആരോപണത്തിന് പിന്നാലെ വീണ്ടും ഇത് ചർച്ചയാകുന്നു. അതിലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ശബ്ദ സംഭാഷണം പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് മറുപടിയില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സമ്മതിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഞാനല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ എന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് ഈ സന്ദേശം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. മാനസ, അത് തന്നെയാണ് ഭദ്ര. കഴിഞ്ഞ ദിവസമാണ് റിനി ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത്. അതായത് മുൻ മാധ്യമ പ്രവർത്തകയും നടിയുമായ റിനി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് എത്തിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് വഴി സമീപിച്ച രീതി തുറന്നു കാട്ടിയുള്ള പരാമർശങ്ങളായിരുന്നു യുവതിയുടെ പരാതിയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ വെളിപ്പെടുത്തലിൽ ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് എഴുത്തുകാരി രംഗത്തെത്തുന്നത്. സോഷ്യൽ മീഡിയ വഴിയായിരുന്നു രംഗത്തെത്തിയത്. എന്നാൽ തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി മറ്റൊരു യുവതിയുടെ ഫോൺ സംഭാഷണം ഈ പുറത്ത് വരുന്നത്. ആ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാകുന്നുണ്ട് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അത് യുവതി നിഷേധിക്കുകയും എന്നാൽ യുവതിയെ അതിനായി പ്രേരിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ ഇതിലൊന്നും തന്നെ കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ രാഹുലോ മറുപടി പറയാത്ത ഒരു സാഹചര്യമായിരുന്നു മണിക്കൂറുകൾ ഉണ്ടായിരുന്നത്. പിന്നാലെ ഉച്ചയ്ക്ക് 1:30 മാധ്യമങ്ങളെ അദ്ദേഹം കാണുകയായിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ അദ്ദേഹം അത് വ്യാജം എന്ന് തന്നെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള എന്തായാലും ആ സന്ദേശത്തിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്ന, അതായത് ഈ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന കൂടുതൽ ചാറ്റുകൾ കൂടി പുറത്തു വരുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തെ അപ്പാടെ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്.